ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദേവട്ടി കണ്ട സ്ക്രീനിലേക്കാണ് ഞായറാഴ്ചത്തെ ബാൽക്കണി കാഴ്ചകളാണ് കേട്ടോ. ദേവട്ടി ചെയ്യുന്ന എന്തൊക്കെയായിരുന്നു പരിപാടി? രാവിലെ എണീറ്റു, വീട്ടിൽ കുറച്ച് പണികൾ ചെയ്തു, ചായ കുടിച്ചു, അടുത്ത പണികൾ ചെയ്തു. മഴ ഇടയ്ക്ക് പെയ്തപ്പോൾ തുണികൾ കഴുകാൻ ആകെ പെട്ട്. കുറച്ച് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ കഴുകാനായിരുന്നു. ഞാൻ അതൊക്കെ കഴുകി. പക്ഷെ നേരെ കൊടുത്തിട്ട് നേരം കിട്ടിയില്ല. ഡാൻസ് ക്ലാസ്സിന് പോകണമായിരുന്നു. 11 മണിക്ക് ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾ 12 മണിക്കായിട്ട് അവിടെ നിന്ന് പോയത് അല്ലേ? 11:15 കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേവട്ടിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ ദേവട്ടിയുടെ ഒപ്പം ഇന്നാണ് ജോയിൻ ചെയ്തത്. ഇത് ഞങ്ങളുടെ സെൻട്രലൈസ്ഡ് LC ആയിട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. ഇന്ന് സ്നേഹത്തിൻ്റെ ബാൽക്കണി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപ്പൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ മഴക്കാലത്തും അല്ലാത്തപ്പോഴൊക്കെ തുണികളൊക്കെ ഉണക്കാടുക കൂടുതൽ. ഇതവിടെ ഷീറ്റ് ഇട്ടുണ്ട് പാപ്പൻ, അതുകൊണ്ട് കൈ നിറയെ തുണികളായിട്ട് വരും, ബക്കറ്റ് നിറയെ തുണികളായിട്ട് വരും, കൈ നിറയെ തുണികളായിട്ട് പോകും. അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് സാധാരണ സൺഡേ പോലെ തന്നെ ഞാൻ നല്ലോണം നേരം വേണ്ട എണീച്ചത്. എണീക്കുമ്പോൾ ഇന്ന് 10:30 കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലേ? സാധാരണ 9:00 എണീക്കാറുണ്ട്. അതെ, ചപ്പാത്തിയും മീൻകറി ആയിരുന്നു. മീൻകറി ഇന്ന് കുറച്ച് ചെമ്മീൻ കറിയിൽ തേടി കുറച്ച് വെള്ളം ഒഴിച്ച കാരണം ഒന്നുമുണ്ട്. ഉണ്ണിയോട് ചേച്ചി ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു ചെമ്മീൻ കറി കഴിഞ്ഞു എന്ന്. അത് ഞാൻ ചെമ്മീൻ കറി നല്ല ലൂസായി പോയി ചോദിച്ചത്, എന്താ തേട്ടി ചെമ്മീൻ കറി ഇത്ര വെള്ളം ഒഴിച്ചാൽ ഭയങ്കര രുചി വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് അമ്മയുടെ ഇന്നലെ ചെമ്മീൻ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ദേവട്ടി ഞാൻ അത് ചേച്ചിയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കണ്ടേ, ചെമ്മീൻ ചിക്കൻ കറിയാണ്. അതായത് ചെമ്മീൻ ചിക്കൻ കറിയുടെ മോഡലാണ് അമ്മ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു വീട്ടിൽ ബീഫുണ്ട്, അപ്പോൾ പോയി കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പോകുന്ന വേണ്ട, അച്ഛൻ പോകുന്ന വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സമയത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ പോകാണ്ടിരുന്നിട്ട്, അല്ലെങ്കിൽ ഒന്ന് പോവാം. പോണ സമയത്തുണ്ടെങ്കിൽ കയറിയിട്ട് കഴിച്ചിട്ട് പോവാതായി. ചേച്ചി സ്നേഹത്തോടെ പോയി കഴിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല. നമ്മൾ കഴിക്കാൻ വരുന്നുള്ള സ്നേഹത്തോടെയാണ് അവർ വിളിക്കുന്നത്. ചില ആൾക്കാരുണ്ട് വരില്ലല്ലോ വെച്ചിട്ട് വിളിക്കരുത്. ദിലീഷേട്ടനും ചേച്ചിയൊന്നും അങ്ങനെയല്ല. അവരൊക്കെ സ്നേഹത്തോടെ കഴിച്ചോട്ടെ എന്നുകൊണ്ട് വിളിക്കാൻ തന്നെ കേട്ടോ. നമുക്കങ്ങനെ ആരുമില്ല, നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നവർ. അവർക്കറിയാം മറ്റുള്ളവരോട് പറഞ്ഞ പോലെ അല്ല ഇന്ന ദേവട്ടിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ വന്നിട്ട് ഇന്ത്യ കൂടെ ജീവിച്ചിറങ്ങിയിട്ട് ദേവട്ടീനെ വിളിച്ചു കൊടുത്തൊക്കെ പോയി കഴിക്കുമോ അങ്ങനെയൊക്കെ ദേവട്ടിക്ക് മനസ്സിലായിട്ടാണ്. തമാശയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ഒരാൾ ചായ കുടിക്കുന്നത് വായ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ആയിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ, ദേവട്ടി ചേട്ടാ വെറുതെ വിളിച്ചതാ വായിച്ചിട്ട് പോയി കഴിക്കണം. അതേപോലെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് പാപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മാമ അത് എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എടുത്തുണ്ട്. ദേവട്ടി കിടക്കുമ്പോൾ മൂത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കോട്ടെ. ഞാനങ്ങനെയുണ്ട്. തൊട്ടപ്പുറത്തെ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് പോലെ ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കും, അവരെടുത്ത് തരും, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചേട്ടൻ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഇപ്പോൾ ഒരു ഉപ്പേരിയിൽ കറിക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. ഞാനിവിടെ പാപ്പൻ്റെ കൂടെ വന്നിട്ട് ഞാനിവിടെ വന്ന് നോക്കും. അപ്പോൾ ഇവിടെ പാത്രത്തിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ഒരു പാത്രം അടുക്കളയിൽ പോയിട്ട് എടുക്കും. എന്നിട്ട് എടുത്തിട്ട് പറയും മേമ നീ എടുത്തോണ്ട് അതിൻ്റെ ഇട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ട്. നമുക്ക് ആ സ്വാതന്ത്ര്യമുള്ള വീടുകളിൽ മാത്രം അങ്ങനെ ഉള്ളോട്ടോ, എല്ലായിടത്തൊന്നും ഞാൻ പോവില്ല. ഇപ്പോൾ ഈ യൂട്യൂബും തിക്കും തിരക്കും കൂടി ആയതിനു ശേഷം എങ്ങോട്ട് പോകാൻ പോലും നേരില്ലാണ്ടായി. ഞങ്ങളുടെ നാട്ടിലത്തെ ദേവട്ടി ഉണ്ണിയൊക്കെ ഡാൻസ് കളിക്കാൻ നല്ല പച്ചപ്പുള്ള സ്ഥലം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? കളർഫുള്ളല്ലേ? അടിപൊളിയല്ലേ? ഒന്ന് കണ്ടു നോക്കി. ദേവട്ടി വിശേഷങ്ങൾ പറഞ്ഞോ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കാം. ഇന്നത്തെ ഞായറാഴ്ച ദേവട്ടി കുറച്ച് ദേശീയമണിയാണ് കേട്ടോ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേവറേറ്റ് ദിവസമാണ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഫേസ് കാണിക്കാണ്ട് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണിച്ചു തരേണ്ടി കേട്ടോ. നിങ്ങളൊന്ന് കണ്ടോട്ടെ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ പച്ചപ്പൊക്കെ ഇതാ. ഇന്ന് കാലത്ത് പൊടിയായിന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ചപ്പാത്തിത്തെ പൊടിയെന്ന്. ചപ്പാത്തിയിൽ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ ചെറിയൊരു പൊടി ഉണ്ടാവുമല്ലോ. പിന്നെ വിചാരം ആ പൊടിയാന്നാ. എന്നിട്ട് ചേട്ടൻ അറിഞ്ഞില്ലല്ലോ, ബൈക്ക് വരണ്ടല്ലോ, ചേട്ടൻ അറിഞ്ഞില്ലല്ലോ. അപ്പുറത്ത് വീട്ടിക്കുള്ള ആൾക്കാരാണ്. ഇന്ന് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിരുന്നു. ഉണ്ണി അതിനൊക്കെ ശനി ഞായർ വെള്ളിയാഴ്ച അല്ല ശനി ഞായറൊക്കെ കളി തുടങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് ഫുള്ള് തിക്കുന്നതിനൊക്കെയാവുക. ഇനി വീട്ടിലെടുത്തേക്ക് തന്നെ പോകട്ടെ നമുക്ക്. അതാ ലീനർ കിട്ടിക്കാം. ഉണ്ണി പറഞ്ഞു, അതെ ഉണ്ണി പറഞ്ഞു, ദേവട്ടി പറഞ്ഞു
തുമ്മൽ മണിയാണ് കേട്ടോ. പാപ്പൻ്റെ വീടെന്ന് പറഞ്ഞേ എല്ലാ അതായത് ഈ പാപ്പൻ്റെ വീട്ടിലാണ് ഷീറ്റ് ഇട്ടേക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഷീറ്റ് ഇട്ടില്ല. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് പാപ്പൻ്റെ വീട്ടിലെ തൊട്ടിവിടെ വല്യമ്മയുടെ വീട്ടിൽ വെളിച്ചിൻ്റെ വീട്ടിലൊന്നും ഷീറ്റ് ഇട്ടിട്ടില്ല. നമ്മളെല്ലാവരും ഇവിടെയാണ് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യങ്ങളുണ്ട്. ഈ ഒരു ഭാഗം അതായത് ഇത്, പിന്നെ ആ ഒരു ലെയർ, പിന്നെ അങ്ങനെയുള്ളത് ഇത്, ഈ രണ്ടെണ്ണം ആ അറ്റത്തുള്ളതും നമ്മളിടാറ്. ഇവിടെ റിലീസിൻ്റെ വീട്ടുകാരിടും. ഈ ഒരു ഭാഗം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ പാപ്പൻ്റെ വീട്ടുകാർ പൊന്നമ്മായി, ഞാൻ നാളെ പൊന്നായി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഞാൻ അപ്പുറത്തെ ഒരു ഭാഗം ഈ ഉടമസ്ഥര്, അവർക്കാണ് സ്ഥലം കുറവ്. ഏറ്റവും കൂടുതലും അതെ തോന്നുന്നില്ല. പാപ്പൻ്റെ ഓടിക്കൂ. ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷം ദേവട്ടി പറഞ്ഞില്ല. അതായത് കാലത്ത് സാധാരണ പോലെ ഞാൻ നേരം വൈകി കഴിച്ചു. ദേവട്ടി സൺഡേ എണീക്കണ പോലെ എണീച്ച് പണികളൊക്കെ തീർത്ത് ഞങ്ങൾ രണ്ടാളിരുന്ന് ചപ്പാത്തി കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബുൾസൈ വേണമെന്ന് പറഞ്ഞു അമ്മോട്. അപ്പോൾ ദേവട്ടി ചേട്ടാ ഞാൻ ചേട്ടൻ്റെ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മ 2 ബുൾസൈ ആയിക്കോന്ന് പറഞ്ഞു. ഞാൻ ദേവട്ടീനെ ഫേസ് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ദേവട്ടി ഇങ്ങനെ നിൽക്കല്ലല്ലോ, നടക്കല്ലേ. അങ്ങനെ 2 ബുൾസൈ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ണി പറയണ്ടേ ഒന്ന് മതി എന്ന്. പക്ഷേ ബുൾസൈ ഞാൻ 2 ആക്കി. ഇവിടെ വന്നപ്പോൾ ആശാനും വേണം. അങ്ങനെ ഞങ്ങൾ 3 ചപ്പാത്തി, ഉണ്ണി ആദ്യം ചപ്പാത്തി കഴിച്ചു. സുന്ദരിമണിക്ക് എന്തായാലും എണീച്ച് ഉണ്ണി വരുമ്പോഴേക്കും എന്തായാലും അമ്മ ഉണ്ണിക്കുള്ള സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ണി കാര്യമായിട്ടുള്ള പത്തരേൻ്റെ ഉണ്ണി കഴിക്കുമ്പോൾ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പോലുമില്ല. എന്താണ് അവ നേരെ വിളിച്ചപ്പോൾ തന്നെ കളിക്കുക പഠിക്കുക എന്നുള്ള ചിന്തയിലാണ്. കുറച്ച് നേരം പഠിച്ചുട്ടാ, എന്നിട്ട് പഠിച്ചോളാൻ പറഞ്ഞു. കുറച്ച് നേരം കളിച്ചു. 10 അമ്മ പറഞ്ഞു ഉണ്ണിക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തോ പറഞ്ഞു. അങ്ങനെയാണ് ചപ്പാത്തി. അപ്പോൾ പറയുന്നുണ്ട് ഞാനേ എന്താന്ന് ബ്രഷ് ചെയ്യുന്നത് വേണ്ടെന്ന് വെച്ചപ്പോൾ എന്നോട് തിരിച്ച് അതുവരെ വേണ്ടെന്ന് പറഞ്ഞതാണോ എന്നോട് തിരിച്ചു ചോദിക്കുക. അതിന് നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അത് കാരണല്ലേ ഞാൻ ബ്രഷ് ചെയ്യാൻ. വേഗം ബ്രഷ് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു, കൂട്ടി കഴിച്ചു. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിക്കണ്ട. നമ്മളതിൽ ആരും വിളിക്കണമെന്നാല് ആ വിരുന്നുകാർ ആ വീട്ടിൽ വന്നിട്ട് വിളിക്കണം. അവിടെ ഇട്ടോളൂ. അപ്പോൾ ഞായറാഴ്ച കാലത്തത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് ദേവട്ടി ഉണ്ണിയും കുളിച്ച് റെഡിയായിട്ട് ഡാൻസിന് പോയി. അച്ചുമ്മായി കമ്പനിപടിയിൽ അല്ല ചെറുവത്താനിൽ വന്നു നിന്നിരുന്നു. ഞങ്ങൾ എത്തണത് അച്ചുമ്മായി ബസ്സിൽ വരണ ഒരുമിച്ചാണ്. അച്ചുമ്മായിയും പിക്ക് ചെയ്ത് കുറച്ച് നേരത്തെ കഴിയണം. അച്ഛനെ പിക്ക് ചെയ്യാറുണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കയറി ചായ വെച്ചിട്ട് വന്നു. അവിടെ ആരുമില്ല. അച്ഛനോട് പറഞ്ഞു ഇല്ലേട്ടാ എന്നാ വീട്ടിലേക്ക് കയറണില്ല, ഇന്നെ ഇവിടെ നിർത്തിയാൽ മതി സൈഡിൽ, ഞാൻ അവിടെ നിന്ന് എല്ലാം നടന്നുകൊണ്ട് വണ്ടി വിളിക്ക് തിരിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടേക്ക് വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും കയറുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കയറൊക്കെ ചെയ്യും. ദേവട്ടി ഇങ്ങനെ പറയൊക്കെ ചെയ്യും. ഞാൻ കയറാറൊക്കെ ഉണ്ട്. ഞാൻ ചെന്നോടെ ആരെയും കാണാനില്ല. ആ ദേവട്ടിന്ന് കുറച്ച് പിണക്കമണിയാണ് കേട്ടോ. പിണക്കമണി എന്നുവെച്ചാൽ സൺഡേന്ന് എവിടെയാ ഇങ്ങനെ ബാക്കി ക്യാമറ ദേവട്ടി എടുക്കൂട്ടാ. അതിനൊരു കാരണം ഉണ്ട് കേട്ടാ. ബ്ലാങ്കറ്റേ ഞാൻ കഴുകിയിട്ടുണ്ട്. എനിക്ക് എങ്ങനെയൊക്കെ കഴുകും, പക്ഷെ അത് പൊക്കാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് ചേട്ടൻ കൊണ്ട് ഇടിക്കാറ് അവിടെ കൊണ്ട് കേട്ടോ. പാപ്പൻ്റെ വീടിൻ്റെ മുകൾ നിറയെ ഇവിടെയൊക്കെ നിറയെ വിറകും കാര്യങ്ങളായിരുന്നു കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയപ്പോൾ പാപ്പൻ തുണികളിടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കിയതാണ്. ഒക്കെ കെട്ടി വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് സെറ്റാക്കി ചകിരി കണ്ടിട്ട് അപ്പുറത്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. കാരണം തുണികൾ ഇടാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. വിറകും ആകുമ്പോൾ കയറിന്നിടണം. പിന്നെ എന്താ നേരത്തെ മുട്ടിക്കരുതട്ടാ. പിന്നെന്താണെന്ന് വെച്ചാൽ ആ വിറകിൻ്റെ മേലേക്ക് വെള്ളമാവുമല്ലോ. അപ്പോൾ പാപ്പൻ അതൊക്കെ സെറ്റാക്കിയാണ്. പാപ്പൻ എന്നായിട്ടല്ല കാര്യങ്ങളും ചെയ്തു തരിക. അപ്പോൾ ഈ അടയ്ക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പൊട്ട് എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ പാപ്പൻ പറയും കയറുണ്ടെച്ചെങ്കിൽ തന്നോ കെട്ടിത്തരാമെന്ന്. ചേട്ടനൊന്നുമല്ല വന്ന് കെട്ടാറ്, പാപ്പൻ തന്നെ കെട്ടും. അമ്മോടും പറയാറുണ്ട്, എന്നോടും പറയാറുണ്ട്. ഇനി 2 തലയണ കവറും ഞാൻ 1 തലയണ കവറും കൂടി ഉണ്ട്.
പിന്നെ എൻ്റെ ആ കളറ് പോണ ഡ്രസ്സ് ഒന്ന് മാറ്റിയിടണമായിരുന്നു. ഏത് റോസ് പുതിയത് കളറും ഉണ്ടോ? ആ ഞാൻ പറഞ്ഞില്ലേ അത് പോവല്ലെങ്കിലും മറ്റേ പച്ചി പോണ തന്നെയാ. രണ്ടും കൂടി തീരെ കൂട്ടി വെട്ടാൻ പറ്റില്ല. തലേനെ കവർ ബെഡ്ഷീറ്റ് ഇവിടെ ഇട്ടാൽ മതി ചേട്ടാ. ബെഡ്ഷീറ്റിന് അവിടെ ഉണ്ട് ഇട്. ആ ഇട്ടോ, അവിടെ കുറച്ചല്ലേ ഉള്ളു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അടുത്ത തുണികൾ ഷോൾഡറിൽ ഇടരുതെന്ന് കേട്ടാ. അങ്ങനെ ഇടണ്ട. അവിടെ ഇട്ട് അല്ല ഷോൾഡറിൽ ഇടല്ലേന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോയിട്ട് കഷ്ടത്തിട്ട് ചെയ്ത് അതേ ഗ്യാപ്പിൽ അങ്ങനെ ഇട്ടോ. നേമയുടെ സാരി മാത്രമുള്ള അവിടെ. അപ്പോൾ പറഞ്ഞില്ലേ ചെമ്മീൻ കറിയാണ് ഉള്ളത്. അത് ഇന്നലത്തെ രാത്രി തമ്മത്തെ സ്പെഷ്യൽ ചെമ്മീൻ കറി. പിന്നെ ഇപ്പം അമ്മ പറഞ്ഞ് കോഴിമുട്ട വാങ്ങിച്ചോ ഇല്ലാന്ന്, പപ്പടം വാങ്ങിച്ചോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ കോഴിമുട്ട ഉണ്ടാവട്ടെ പറഞ്ഞു. കോഴിമുട്ട ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റൊക്കെ വന്നില്ലേ, ഈ ദിവസം കോഴിമുട്ട കഴിക്കേണ്ടതാണ്, തടി വെക്കുന്നത് സ്നേഹം. തല്ലിടല്ല, വിശേഷങ്ങൾ പറയാണ് വിശേഷങ്ങള്. അപ്പൊ ഞങ്ങൾ തല്ലിവിടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ കിടന്ന് ഓളിയിരുന്ന് കേട്ടില്ല. അതാവും എവിടെയുണ്ട് അവിടെ തന്നെ ചേട്ടാവുമ്പോ മുട്ടിക്കാണ്ടിട്ട്. അത് ഞാൻ മുട്ടിക്കില്ല. ഈ ഡ്രസ് പോയി കഴിഞ്ഞാൽ കറക്റ്റ്. ആ ഞാൻ നന്ന സാധനമിക്ക് മുട്ടിച്ചു. അതിട്ട് എന്താ പ്രശ്നം? അതങ്ങനെ അവിടെ ഇട്ടിട്ടാണ്. അപ്പൊ ചർച്ചയ്ക്ക് വെച്ചോടെ പാപ്പന്റെ വർത്താനം അച്ഛൻ നല്ല ബന്ധിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്താ ദേവട്ടി ചെറിയൊരു പണക്കം? പാപ്പൻ കോഴി മുട്ടന്നെ. അപ്പൊ ദേവട്ടി പറയട്ടെ ഇന്നത്തെ പിണക്കത്തിന്റെ വിശേഷം. ഞാൻ എല്ലാം ഇങ്ങനെ ദേവട്ടിട്ട് ഒന്നുമില്ല കേട്ടാ. അപ്പൊ ഞായറാഴ്ചത്തെ ഞങ്ങള് അല്ല ഞാൻ പറയാം. അപ്പൊ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ബാൽക്കണി കാഴ്ചകൾ ഇതൊക്കെയാണ്. പിണക്കൊന്നല്ല, ഞാനിന്നതാ ഒരു കാറ് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് കളിച്ചു. അതെ എല്ലാ ഞായറാഴ്ചത്തെ ഒന്നുമല്ല. ദേവട്ടി വിളിച്ചപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ബാൽക്കണി, ഞാൻ സൺഡേയിലെ ബാൽക്കണി കാഴ്ചകളാണ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പിണക്കത്തിൻ്റെ ദിവസമല്ലേ, ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ. സാധാരണ സൺഡേ ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ള് ദേവട്ടിയോടെ തന്നെ. അല്ല ദേവട്ടിയേ അത് പറയും. അങ്ങനെ പ്ലേയിലൊക്കെ കേട്ടോ. അങ്ങനെ ദേവട്ടിക്ക് പക്ഷേ അറിയാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത കേസായതുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് കേട്ടോ. പക്ഷെ എന്നാലും വിഷമം ഉണ്ടാവും കേട്ടോ, അത് ഞാൻ ഒന്നും അറിയില്ല. അപ്പോൾ കൈയൊക്കെ നല്ല കുട്ടി ശരിക്കും വയ്ക്കലോ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥ എന്താ? കരയുണ്ട് കരയാൻ പാടില്ല. വയലേഷൻ വെറുതെ അഭിനയാണ്. ആ മറ്റേ പാട്ടുണ്ടാ ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഇറോങ്കിർ അങ്ങനെ സാധനം കേട്ട് ഇത് അറിഞ്ഞിട്ടല്ലേ എൻ്റെ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതാണ് കഥ കേട്ടത്. അപ്പോൾ ശരി, അപ്പോൾ നാളെ വേറെ വിശേഷമായിട്ട് വരാം. ഷീറ്റ് പറഞ്ഞ ബെഡ്ഷീറ്റ് ഓക്കെ. അപ്പം എന്തായാലും പറയണ്ട ഇന്നത്തെ കഥയിൽ വേറെ. സാധാരണ ഈ കഥയിൽ നമ്മൾ മുന്നേ ഉണ്ടായ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ഇന്നത്തെ കഥയിൽ ഞങ്ങൾ പറഞ്ഞേക്കണത് ഇന്നത്തെ ലൈവ് നാളെ പറയേണ്ട കഥയാണ് ശരിക്കും പറഞ്ഞത് അല്ലേ. ഓക്കെ. അപ്പോൾ അത് ശരി, എയർപോർട്ടിൽ പോയതിന് ശേഷം പിള്ളേരായിട്ട് പോകാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇങ്ങനെ തിരിഞ്ഞു നോക്കി ബായ്. അപ്പോൾ ശരി എന്നാട്ടോ. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയാണിത്, സെൻട്രലൈസ്ഡ് AC ആണ്. ഓക്കെ ബായ്.